കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തെ ആകാശപാത നിങ്ങളെ ഒന്ന് മാറ്റി കാണിച്ചു തരട്ടെ, കണ്ടുവരാം. ഇതിൻ്റെ റൗണ്ട് ഓപ്പ് അഥവാ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്ന രീതിയിലൊരു ഫൗണ്ടനാണ് കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ അക്ഷര നഗരിയാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ആദ്യ അക്ഷരമായ വ്യഞ്ജനാക്ഷരത്തിലെ ക എന്നുള്ള ഒരു അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുത്തിയിരിക്കുന്ന വലിയൊരു മാറ്റം ഇതിൻ്റെ പില്ലറിൻ്റെ എല്ലാത്തിൻ്റെ ഡിസൈനാണ്. കൈകളാൽ ഉയർത്തിയിരിക്കുന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് ആ ഡിസൈൻ ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൽ LED ലൈറ്റ് കൊടുത്തിട്ട് അതിമനോഹരമായ രീതിയിലുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ ഡിസൈൻ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന സ്ട്രക്ചറിലുള്ള ആ സ്കെൽറ്റൻ കംപ്ലീറ്റ് ഡിസൈൻ മാറ്റിക്കൊണ്ട്, കാര്യം അതിൻ്റെ ഒരു അഭംഗി മുഴുവനും മറച്ചുകൊണ്ടാണ് വേറൊരു പാറ്റേൺ ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. മുകൾ വശത്ത് നടപ്പാതയ്ക്ക് ചുറ്റും ഒരു പാർക്ക് സെറ്റ് ചെയ്ത് ഒരു ഗ്രീൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നടപ്പാതയിലേക്ക് മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അത് വളരെ സൗകര്യപ്രദമാണ്. കൂടാതെ ഞാൻ അതിൽ സ്റ്റെപ്പും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന വലിയൊരു ടെസ്റ്റ്. അതിൻ്റെ മുകൾ വശത്ത് നടപ്പാത മാത്രമല്ല, ഒരു വാക്സ് മ്യൂസിയം കൂടി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കത് ഏത് രീതിയിലുള്ള മ്യൂസിയമാക്കി നമുക്ക് മാറ്റാം. കേരളത്തിൻ്റെ ചരിത്ര പുരുഷന്മാരാകാം, ലോകത്തിൻ്റെ ചരിത്ര പുരുഷന്മാരാകാം, ഇന്ത്യ കണ്ട പ്രഗത്ഭരാകാം, കലാകാരന്മാരാകാം, രാഷ്ട്രീയ നേതാക്കന്മാരാം, ആരുമായാലും നമുക്കവിടെ ഒരു മ്യൂസിയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്ഥലത്ത് വന്ന് കണ്ടുപോകാനുള്ള ഒരു മ്യൂസിയമാക്കി മാറ്റുന്നതല്ലേ ഉചിതം. ഇത് കേരളത്തിന് വലിയ മൈൽ സ്റ്റോൺ ആയിരിക്കുകയും ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം അതിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനും സാധിക്കില്ലേ. കൂടാതെ ഇതിൻ്റെ സൈഡിലെല്ലാം LED സ്ക്രീൻ ചെയ്തിട്ട് അതിൽ പരസ്യം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിത്യമായ ഒരു വരുമാന മാർഗം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാം. ഒരു വശത്ത് വാക്സ് മ്യൂസിയത്തിൽ നിന്നുള്ള വരുമാനം, ഒരു വശത്ത് LED പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനം. അതുകൊണ്ട് തന്നെ ഈ മികച്ച നിർമ്മിതി അതുപോലെ തന്നെ പരിപാലിക്കാൻ ഈ വരുമാനം തന്നെ നമുക്ക് മതിയാവുമല്ലോ. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഇത് ധാരാളമല്ലേ. ഇത് നമുക്ക് മാറിക്കാണണ്ടേ, ഇതിനൊരു മാറ്റം വരണ്ടേ. ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഇരുമ്പ് ചട്ടം മാത്രമേ നമുക്ക് കണ്ടു ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിനൊരു മാറ്റം വരണമെന്നാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് ഉപയോഗമുള്ള, നമ്മൾക്ക് അടയാളപ്പെടുത്താനുള്ള ഒരിടമായി ഇത് മാറേണ്ട കാലം അതിക്രമിച്ചില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?